മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂന്തറ പുതുക്കാട് കല്യാണ മണ്ഡപത്തിന് സമീപമാണ്. ഇവിടെ 3-4 ദിവസമായി പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകി പാഴായി പോകുന്നുണ്ട്. കുടിവെള്ളത്തിന്റെ പേരിൽ ഒരുപാട് ചാർജ് ഈടാക്കുന്ന പല ആളുകൾക്കും കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാലും കുടിവെള്ളം എടുക്കുന്നവർക്ക് തന്നെ ഒരുപാട് ബില്ല് വന്ന് പ്രതിമുട്ടുന്ന ഈ അവസ്ഥയിൽ വെള്ളം പാഴായി പോവാണ് ഒരു 3-4 ദിവസമായിട്ട് പുതുക്കാട് മണ്ഡപത്തിന് സമീപം. ഇപ്പൊ എന്റെ പുറകിൽ കാണുന്ന ഈ ഒരു വെള്ളക്കെട്ട്, ഞാൻ ഇന്ന് വന്നപ്പോഴും ഈ വെള്ളം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. 2-3 ദിവസം മുമ്പ് ഇതുവഴി പോയപ്പോൾ ഞാൻ കരുതിയത് ഇത് തൊട്ടടുത്തുള്ള മണൽ കയറ്റുന്ന സ്ഥലത്ത് അത് പൊടി പറക്കാതിരിക്കാൻ വെള്ളം തളിച്ചതായിരിക്കുന്നതാണ്. എന്നാൽ ഇതിപ്പോ ഒഴുകി ഒരു ഏകദേശം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. ഇതിന്റെ ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ ഒന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നത്. പരമാവധി ഇത് ഷെയർ ചെയ്യേണ്ടതുണ്ട് അധികാരികൾ. കാരണം എന്നാൽ ഇന്ന് ഇതിന്റെ പണി തുടങ്ങുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. പലയിടത്തും ഇന്ന് വെള്ളം ഈ പണി മുടങ്ങുന്ന കാരണം അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന കാരണം വെള്ളം നിലയ്ക്കുമെന്നും ഇന്ന് റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്നു. പക്ഷേ പണി തുടങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പോഴും ആളുകൾ ഇവിടെ പരാതിയായി പറയുന്നത്. ഇപ്പൊ എന്റെ പുറകിൽ കാണുന്ന ഈ ഭാഗത്ത് മുഴുവനും വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇപ്പൊ പ്രേക്ഷകർ കാണുന്നതിന് പരമാവധി ഇത് ഷെയർ ചെയ്യണം. ഇതിപ്പോ ഇതിന് തൊട്ടടുത്തുള്ള മണലൂറ്റിൽ മണലിന് വിൽപ്പന നടത്തുന്നിടത്തുനിന്ന് ഒഴുകുന്ന വെള്ളമാണ്. ഈ വെള്ളം ഇതുവഴി ഒഴുകി നേരെ ഇവിടെ പോകുന്ന ഈ വീട്, ഇതിനകത്തുള്ള വർക്ക്ഷോപ്പ്, ഇവിടെ എല്ലാം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ഇവിടെ നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ മഴവെള്ളമാണ് എന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ മഴവെള്ളമല്ല, ഇത് ശുദ്ധമായ കുടിവെള്ളമാണ്. ഇത്രയും ഒഴുകി ഇവിടെ എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്ന പാഴായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൈപ്പ് അപ്പൊ ഇത് പൈപ്പ് ലൈൻ ആണ് എന്നുള്ള കാര്യം ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. കാരണം ഈ ഒഴുകുന്നതൊക്കെ മഴവെള്ളമായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമായിരിക്കാം എന്നാണ് പലരും കരുതുന്നത്. പക്ഷേ ഇത് അതല്ല. ഇതിന് 2-3 ദിവസം ഇവിടെ പണി നടക്കുകയും ആ പണി നടന്ന് ലോറി കയറി പോയപ്പോൾ പൊട്ടിയതാണ് എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത്. ഇതാണ് ഈ ഒരു മണൽ വിൽപ്പന നടത്തുന്ന ഒരു കേന്ദ്രം. ഇത് പക്ഷേ ഇവിടത്തേക്ക് വന്ന ലോറി ഇത് കയറിയപ്പോഴാണോ പൊട്ടിയതെന്നുള്ള കാര്യം ഇപ്പോഴും അറിവായിട്ടില്ല. എന്നാൽ ഈ മലയാള ജനത ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകർ ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. ഇതിന്റെ ഈ മണൽ കയറി പോകുന്ന ഈ സ്ഥലത്ത് ഇവിടെ 2-3 ദിവസം മുമ്പ് ഒരു പണി നടന്നിരുന്നു. ഇതുവഴി ലോറി കയറി പോയപ്പോഴാണ് ഈ പൈപ്പ് പൊട്ടിയതെന്ന് ആളുകൾ അഭിപ്രായപ്പെടുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എല്ലാം വെള്ളം, കാരണം ഇതുവഴി പൈപ്പ് തോണ്ടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്, പൈപ്പ് പണിക്ക് വേണ്ടി. പക്ഷെ അതിന്റെ പുറത്തുകൂടി ഇതിലേക്ക് വരുന്ന വാഹനം ഈ പൈപ്പിന്റെ പുറത്തുകൂടി പോയപ്പോൾ ഈ പൈപ്പ് പൊട്ടി എന്നും പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ എല്ലാം വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതെല്ലാം ഈ കെട്ടിക്കിടക്കുന്നതെല്ലാം മഴവെള്ളമല്ല, ഈ പറഞ്ഞതുപോലെ കുടിവെള്ളമാണ് ഇവിടെ എല്ലാം കെട്ടിക്കിടക്കുന്നത്. എന്തായാലും ഇവിടെ ഉള്ള ആളുകളോട് ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്, എത്ര ദിവസമായി ഇപ്പൊ ഇത് പൊട്ടി ഒഴുകി കൊടുക്കുന്നത്? 4 ദിവസമായി. എന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ആരാണ് പറഞ്ഞതാണ്? 4 ദിവസം ഞാൻ വിളിച്ച് അറിയിച്ചിട്ട് 4 ദിവസമായി. 4 ദിവസം കൊണ്ട് പോണതല്ല. പൊട്ടിയന്റെ അന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേ ആ സമയത്ത് അവർ വന്ന് പണി ചെയ്യാൻ വന്ന് പണി ചെയ്ത് 2 ആൾ താഴ്ചയിൽ തോണ്ടി പൈപ്പ് കണ്ടുപിടിച്ചതിനായിട്ട് ഇവിടെ ഉള്ള ഒരു വ്യക്തി വന്നിട്ട് അതിനെ ചെറുത്ത് അങ്ങനെ അടയ്ക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. ആരാണ് ചെറുത്ത്? ആരാണ് വ്യക്തി? ആരാണ്? ഇവിടെ ഉള്ള ഒരു വ്യക്തിയാണ്, ഈ പരിസരത്തുള്ള ഒരു വ്യക്തിയാണ്. അല്ല, അത് നിങ്ങൾ പോലീസ് കംപ്ലൈന്റ് ചെയ്തില്ല? കാരണം ഈ വെള്ളം ഇപ്പോ ഓരോ സ്ഥലത്തും വെള്ളത്തിന് വേണ്ടിയാണ് ബില്ല് ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം പാഴായിക്കൊണ്ടിരിക്കുമ്പോൾ ശുദ്ധജലമാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ തടഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യ വിരുദ്ധനാണല്ലോ. ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഈ പരിസരത്തുള്ള വ്യക്തിയാണ്. അവര് അപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പൊ അവര് വന്ന് വിലക്കിയത് അവര് പേടിച്ചിട്ട് പോകണമെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായിരുന്നു അവിടെ. അല്ല, ഒരു ഉദ്യോഗസ്ഥന്മാർ, അതായത് സർക്കാർ തലത്തിൽ തന്നെ അവര് പണി ചെയ്യാൻ വന്നപ്പോ ഇവിടെ ഒരു സാധാരണ വ്യക്തി പറഞ്ഞു എന്നതിന്റെ പേര് മുടക്കി വെക്കണമെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള ചിന്തകൾ? എന്താണെന്ന് അവരൊക്കെ അറിയാമല്ലോ. അവർക്കേ അറിയാമല്ലോ. ഇവിടെ കൗൺസിലറെ ബന്ധപ്പെട്ട് കൗൺസിലറെ വിളിച്ച് പറഞ്ഞിട്ടും കേൾക്കാതെയാണ് അവർ മൂടിയിട്ട് പോയത്. കൗൺസിലർ വിളിച്ച് പറഞ്ഞിട്ടും കേട്ടില്ല. കേൾക്കാതെയാണ് മൂടിയിട്ട് പോയത്. അല്ല, ഇത് പൊട്ടിയത് എങ്ങനെയല്ല? വാഹനം കയറിയപ്പോൾ പൊട്ടിയതാണോ? വാഹനം കയറാൻ 2 ആൾ താഴ്ചയിൽ കിടന്ന് അങ്ങനെ വാഹനം കയറിയ പൊട്ടുന്നതല്ല. ഇത് എന്റെ വെള്ളത്തിന്റെ സ്പീഡ് കൊണ്ട് പൊട്ടിയതാണ്. വൈകുന്നേരം 6-7 മണിവരെ തോണ്ടി ക്ലിയർ ചെയ്ത് പൈപ്പ് കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ ഒരു വ്യക്തി എന്ന് പറഞ്ഞത് അടച്ച് ചെയ്യാൻ ഒക്കില്ല, ഇത് പൊട്ടിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ മൂടിയിട്ട് പോയതാണ്. ആ വ്യക്തിയുടെ പേര് പറയാൻ ഇപ്പൊ ഭയമുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ എന്തുകൊണ്ട് അറിയിച്ചുകൂടി? ആരാണെന്നുള്ള കാര്യം കൗൺസിലറൊക്കെ അറിയാന്നുള്ള വ്യക്തി തന്നെ. കൗൺസിലറൊക്കെ വിളിച്ച് പറഞ്ഞ് അവർ സംസാരിച്ചിട്ട് അത് അവര് ചെയ്യാതെ അവർ മൂടിയിട്ട് പോയത്. വാർഡ് കൗൺസിലർ. ഓക്കെ. അപ്പൊ ഇതാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോ ചാനൽ വഴി ആളുടെ പേര് പറയാനുള്ളൊരു മടി കൊണ്ട് അവരത് പറയുന്നില്ല എന്നാൽ കൗൺസിലർ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആരാണ് അങ്ങനെ ഒരു തടസ്സം നിൽക്കുന്നത്? സാമൂഹ്യ വിരുദ്ധരായി അല്ലെങ്കിൽ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ നാടിന് ഒരു നന്മ വരുത്താൻ ഉദ്ദേശിക്കുമ്പോൾ പാഴാകുന്ന ഈ വെള്ളത്തിന് ഒരു അറുതി കണ്ടെത്താൻ ശ്രമിക്കണം. അതിന് തടസ്സം നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പോഴും
മനസ്സിലായിട്ടില്ല. അതിപ്പോൾ കൗൺസിലറുമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് തന്നെ പണി തുടങ്ങുമെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത്. സോഷ്യൽ മീഡിയയിലൊക്കെ അതിന് അതോറിറ്റി ഒരു വാർത്ത വരികയും ചെയ്തു. ആ വാർത്തയിൽ ഇന്ന് പണി നടക്കുമെന്നാണ് അതാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ലോറി കയറ്റി പോയത് കാരണത്താൽ പൊട്ടിയതല്ല എന്നാണ് അവകാശപ്പെടുന്നത്. കാരണം രണ്ടാലടി താഴ്ചയിലാണ് ഈ പൈപ്പ് ലൈൻ പോകുന്നത്. അതിന്റെ പുറത്തൂടെ ലോറി കയറിയാൽ ഒരിക്കലും പൊട്ടില്ല എന്നാണ്. എന്തായാലും ഈ ഒരു 4 ദിവസം കൊണ്ട് ഒരുപാട് വെള്ളമാണ്, കുടിവെള്ളമാണ് ഇപ്പോൾ ഇതുവഴി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത്. നിങ്ങളിവിടെ പരിസരത്ത് താമസിക്കുന്നതല്ലേ? എങ്ങനെയാണ് ഇതിപ്പോ ഇത് കൗൺസിലർ മറ്റേ അറിയിച്ചപ്പോൾ ആരാണ് ഇത് തടസ്സം നിൽക്കുന്നത്? അറിയില്ല. 4 ദിവസം കൊണ്ട് വെള്ളം പൊട്ടി പോവുകയാണ്. അത് കൗൺസിലറെയും അറിയിച്ചു. കൗൺസിലറെ ഞാനും വിളിച്ച് ഇന്നലെ അറിയിച്ചായിരുന്നു, മെനങ്ങാന്ന് വിളിച്ചായിരുന്നു, ഞങ്ങളെ സുഹൃത്തുക്കളെ വിളിച്ചായിരുന്നു. പണിക്കാർ വരുമെന്ന് പറഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ പരിസ്ഥിതി നിങ്ങൾ പരിസരത്ത് താമസിക്കുന്ന ആളെ ഈ പരിസരത്തുള്ള ആളാരാണെന്ന് ഇപ്പോഴും ആരെന്ന് അറിയില്ല. പൊട്ടിയത് ആ സമയത്ത് തന്നെ വിളിച്ച് വന്നതിന് പറ. അവര് അറിയിച്ചിട്ട് വരാതിരുന്നില്ല. അവര് പറഞ്ഞ സമയത്ത് തന്നെ ഒരാളെ വിട്ട് പണി തുടങ്ങിയായിരുന്നു. പണി തുടങ്ങിയ സമയത്താണ് 6:30-7 മണിയായപ്പോഴാണ് ഒരു വ്യക്തി വന്നിട്ട് അങ്ങനെ അടച്ചുകൂടെ ചെയ്യാൻ ഒക്കില്ല, ഒട്ടിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞ കാരണം അദ്ദേഹം എന്താണ് കാരണം പറഞ്ഞ റീസൺ എന്താണ്? കാരണം അവരൊക്കെ വെള്ളം കിട്ടുന്നില്ലെന്ന്. അവരെ അടച്ചിട്ട് പണി ചെയ്യാൻ ഒക്കില്ല. അടച്ചാൽ അവർക്ക് വെള്ളം മുടങ്ങും. വെള്ളം മുടങ്ങും, അതുകൊണ്ട് അടച്ചിട്ട് ചെയ്യാൻ ഒക്കില്ല. എന്തുമാത്രം വിരോധാഭാസമാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയേണ്ടത്. എന്തായാലും ആ വ്യക്തി ചെയ്തത് വലിയൊരു തിന്മയാണ്. അയാൾ എന്തുകൊണ്ടാണ് അത് ചെയ്തെന്നുള്ളത് കൗൺസിലറും അതോടൊപ്പം തന്നെ നിയമപാലകരും അത് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം പൊതുവെ ഈ പാഴായി പോകുന്ന ഒരു വെള്ളം എല്ലാവർക്കും നഷ്ടമാകുന്ന അവസ്ഥയാണ്. അത് ഒരാൾക്ക് നഷ്ടമാകും എന്നതിന്റെ പേരിൽ ഈ ഒരു പണി ഇവിടെ നിർത്തിവെക്കാൻ പറയുകയും അതിന് ബഹളമുണ്ടാക്കിയ അവസ്ഥ നിർത്തിവെച്ചുവെങ്കിൽ അത് നാടിന് തന്നെ വിപത്താകുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ കൗൺസിലർ ഇതിൽ അടിയന്തരമായി തന്നെ ഇടപെടണം. പരമാവധി നിങ്ങളും ഇത് ഷെയർ ചെയ്യണം. കാരണം കുടിവെള്ളം അത് മനുഷ്യന്റെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത് നേരത്തെയൊക്കെ നമുക്ക് പഞ്ചായത്ത് വഴിയും മുനിസിപ്പാലിറ്റി വഴിയൊക്കെ പൊതു പൈപ്പിലൂടെ കിട്ടിയെങ്കിൽ അതൊക്കെ ഇപ്പോൾ വീടുകളിലേക്ക് സ്വന്തമായി എടുത്തു. അതും കറണ്ട് ബില്ല് കൂടിയതുപോലെ തന്നെ ഇന്ന് വെള്ളത്തിന്റെ വാടകയും വളരെയധികം കൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ വെള്ളം ഇങ്ങനെ പാഴായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഉടനടി ഒരു നടപടിയെടുക്കണം. ഇവിടെ നിന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന പോലെ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം ഒഴുകി നേരെ ഓടയിലേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം ഒഴുകി ഇത് നേരെ ഇതിനകത്തേക്കും പോകുന്നുണ്ട്. ഇവിടെ എല്ലാം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈവ് ഇവിടെ വൈൻഡ് ചെയ്യുമ്പോൾ പ്രേക്ഷകർ പരമാവധി ഇത് ഷെയർ ചെയ്യേണ്ടതുണ്ട്. കൗൺസിലറെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ കൗൺസിലറും അറിയുന്ന ഒരു വ്യക്തിയാണ് ഇതിന് തടസ്സം നിന്നെന്നാണ് പറഞ്ഞത്. സർക്കാർ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നാടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് ഏത് വ്യക്തിയാണ് എന്നുള്ളത് അറിയില്ല. അദ്ദേഹം എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. അതെന്തായാലും പിന്നീട് നമുക്ക് എന്തായാലും അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ആരായാലും അത് ഗുരുതരമായ ഒരു വീഴ്ചയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നാടിന്റെ ഒരു വെള്ളം കൂടി മുട്ടുന്ന അവസ്ഥ, ഒരാൾക്ക് വേണ്ടി മറ്റുള്ള എല്ലാവരുടെയും വെള്ളം കൂടി മുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഇത് ശരിയായ നടപടിയായിരുന്നത് മാത്രമാണ് മലയാള ജനതാ ന്യൂസിനും പറയാം. എന്തായാലും ഇതൊരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മലയാള ജനതാ ന്യൂസും പ്രതീക്ഷിക്കുന്നത്. ഉടനടി ഇതിനൊരു പരിഹാരം കാണട്ടെ. പുതിയ ന്യൂസൊക്കെ കാണുന്നത് തൽക്കാലം വിട. ബൈ. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും.